ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 ദിനവൃത്താന്തം 23-ാം അധ്യായം. ദാവീദ് രാജാവ് ദേവാലയത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത്. ഈ അധ്യായത്തിൽ 23-ാം അധ്യായത്തിൽ സ്ഥാപിതമാകാൻ പോകുന്ന ദേവാലയത്തിലെ ആരാധനാ ക്രമീകരണങ്ങൾ അദ്ദേഹം ചെയ്യുന്നത് നമ്മൾ കാണുന്നു. ഒരു രാജാവിന് ആരാധനാ ക്രമീകരണത്തിൽ എന്താണ് കാര്യമെന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ദാവീദിനാണ് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് ദാവീദ് രാജാവ് തന്നെയാണ് അതിനുള്ള നേതൃത്വം ഇവിടെ നൽകുന്നത്. അതിൻ്റെ 1-ാം വാക്യമെന്ന് വായിക്കുന്നത്, ദാവീദ് രാജാവിന് അതിവാർദ്ധക്യമായപ്പോൾ, അതുവരെയും അദ്ദേഹം രാജ്യഭരണം നടത്തി, അതിവാർദ്ധക്യമായപ്പോൾ തൻ്റെ രാജ്യഭരണം മകനായ ശലോമോനെ അദ്ദേഹം ഏൽപ്പിക്കുകയാണ്. രാജ്യം ഭരിക്കുവാനുള്ള ഉത്തരവാദിത്വം അവനെ അവിടെ ഫലമേൽപ്പിക്കുന്നു. അതിനുശേഷം ദേവാലയ നിർമ്മാണം കഴിഞ്ഞാൽ അതിലെങ്ങനെ ആരാധന നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ലേവ്യരെ അദ്ദേഹം വേർതിരിച്ച് മാറ്റുകയും അവർക്കതിനുള്ളതായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഇനി വായിക്കുന്നത്. അദ്ദേഹം ഇസ്രായേലിലെ എല്ലാ പ്രമാണിമാരെയും പുരോഹിതന്മാരെയും ലേവ്യരെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് അതിൽ 30 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളെ ദേവാലയ ശുശ്രൂഷയ്ക്കായി അവിടെ വേർതിരിക്കാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ അവരുടെ എണ്ണം എടുത്തു. അത് 38,000 പേരുണ്ടായിരുന്നു നമ്മൾ കാണുന്നുണ്ട്. അതിൽ 24,000 പേരെ ദേവാലയ ശുശ്രൂഷയ്ക്കായി അദ്ദേഹം വേർതിരിക്കുന്നു. 6,000 പേരെ കാര്യവിചാരകന്മാരും ന്യായാധിപന്മാരുമാക്കി മാറ്റുന്നു. 4,000 പേരെ വാതിൽ കാവൽക്കാരാക്കുന്നു. ശേഷിക്കുന്ന 4,000 പേരെ താൻ നിർമ്മിച്ചതായ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് ഗാനം ആലപിക്കുവാൻ ഗായക സംഘത്തെ അവിടെ രൂപീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ ദേവാലയം സ്ഥാപിച്ചു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന ഒരു കൺഫ്യൂഷൻ പിന്നെ ഉണ്ടാകാൻ പാടില്ല. ആ കാര്യങ്ങൾ വരെ അവിടുത്തെ ശുശ്രൂഷകളും ഗാനങ്ങളും വാതിൽ കാവൽക്കാരും എല്ലാ കാര്യങ്ങളിലും ദാവീദ് ഇവിടെ വലിയൊരു ക്രമീകരണം ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ലോകത്താരും ചെയ്യാത്തതുപോലെയുള്ള ഒരു ക്രമീകരണമാണ് ദാവീദ് ഇവിടെ ചെയ്യുന്നത്. തനിക്ക് ശേഷം തൻ്റെ മകൻ തീരെ പ്രായം കുറഞ്ഞ ആളാണ്, അവനെക്കൊണ്ടത് സാധിക്കുകയില്ല എന്ന് ദാവീദിന് ബോധ്യമുള്ളതുകൊണ്ടാവാം ഇപ്രകാരം ഒരു ക്രമീകരണം ദാവീദ് ചെയ്യുന്നത്. 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അഹ്റോൻ്റെ മക്കളായ ഗർഷോം, കൊഹാത്തെ, മറാറി, ഈ 3 മക്കളാണ്. അവരുടെ മക്കളാണല്ലോ ദേവാലയത്തിലെ ശുശ്രൂഷകളൊക്കെ ചെയ്തു വന്നത്. അതിൽ ഗർഷോമിൻ്റെ പുത്രന്മാരുടെ ലിസ്റ്റ് 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു. 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കൊഹാത്തിൻ്റെ പുത്രന്മാർ, അവരാണ് അതിവിശുദ്ധ സ്ഥലത്തൊക്കെ പ്രവേശിക്കുകയും ആ ശുശ്രൂഷകൾ ചെയ്യുന്നത് അവരായിരുന്നു, കൊഹാത്തിൻ്റെ മക്കളായിരുന്നു. അവരുടെ ഒരു ലിസ്റ്റ് വായിക്കുന്നു. അതിൻ്റെ 14 മുതൽ മോശയുടെ പുത്രന്മാർ, അവർ ലേവി ഗോത്രക്കാരാണ്, അവരുടെ പുത്രന്മാരെ കുറിച്ച് വായിക്കുന്നു. 21 മുതലുള്ള വാക്യങ്ങളിൽ മെറാറിയുടെ പുത്രന്മാരെ വായിക്കുന്നു. അവരിൽ അതിനുശേഷം 26 മുതലുള്ള വാക്യങ്ങളിൽ ലേവ്യർക്ക് ഇനി പേടകം ചുമക്കേണ്ടതില്ല, ദേവാലയം സ്ഥാപിതമായാൽ പിന്നെ. അതുവരെ നമുക്കറിയാം പേടകം ചുമന്നുകൊണ്ട് പോകുന്നത് ലേവ്യ പുരോഹിതന്മാരായിരുന്നു. ഇനി അവർക്ക് അങ്ങനെയുള്ള ചുമതലയില്ല. അവർ ദേവാലയത്തിലെ മറ്റ് ശുശ്രൂഷകൾക്കായി അവർ നിയോഗിക്കപ്പെടണം. അതിന് 20 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെല്ലാം അതിൽ നിന്ന് വീണ്ടും അദ്ദേഹം തിരഞ്ഞെടുക്കുകയാണ്. അതിവിശുദ്ധ സ്ഥലത്തും ദേവാലയത്തിലെ യാഗാദി കർമ്മങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 30 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ആക്കുമ്പോൾ അവരെ സഹായിക്കുവാൻ വേണ്ടിയുള്ള മറ്റെല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതിന് വേണ്ടി 20 വയസ്സിന് മുകളിലുള്ളവരെയും അവിടെ വേർതിരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ജോലിയുടെ പറയുന്നുണ്ട്: അങ്കണം, അറകൾ സൂക്ഷിക്കുക, വിശുദ്ധ വസ്തുക്കൾ ശുദ്ധീകരിക്കുക, തിരുസാന്നിധ്യത്തിൽ വയ്ക്കാനുള്ള അപ്പം, ധാന്യബലിക്കുള്ളതായ മാവ്, പുളിപ്പില്ലാത്ത അപ്പം,
ചുട്ടെടുത്ത അപ്പം, എണ്ണ ചേർത്ത കാഴ്ചയപ്പം എന്നിവയുടെ അളവുകൾ അവരുടെ ചുമതലയിലാണ്. അവരാണ് അതിനെ ഓരോന്നിൻ്റെയും അളവുകൾ അനുസരിച്ച് അതിനുള്ളതായ സാധന സാമഗ്രികൾ നൽകുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ക്രമീകരിക്കണം. പ്രധാന പുരോഹിതന് യാഗാദി കർമ്മങ്ങൾ ചെയ്യുക മാത്രമാണല്ലോ, ബാക്കി എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്യണമെന്നുള്ളതാണ്. 30 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നു. അത് രാവിലെയും വൈകിട്ടും പ്രഭാതത്തിലും പ്രദോഷത്തിലും ഗാനം ആലപിക്കണം. ഗായക സംഘം 4000 പേരെ അതിനുവേണ്ടി വേർതിരിച്ച് നമ്മൾ കണ്ടതാണ്. എന്തൊരു വലിയ ക്രമീകരണമാണ് ദാവീദ് ചെയ്തത്. രാവിലെയും പ്രഭാതത്തിലും ഗാനങ്ങൾ അവർ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ അവർ സ്തുതിക്കണം. യാഗം അതുപോലെ തന്നെ യാഗം അർപ്പിക്കുമ്പോൾ, ശാബത്ത് വരുമ്പോൾ, അമാവാസി, പെരുന്നാളുകൾ, ഈ സമയത്തൊക്കെയും അവർ ഈ ഗാനങ്ങൾ ആലപിക്കണം. മറ്റുള്ളവരൊക്കെ ദേവാലയ ശുശ്രൂഷ നിർവഹിക്കുന്ന അഹ്റോൻ്റെ പുത്രന്മാരെ ആ കാര്യങ്ങളിൽ സഹായിക്കണം. ഇപ്പോൾ ദാവീദിൻ്റെ ജീവിതം നമ്മൾ നോക്കുമ്പോൾ രാജഭരണത്തേക്കാൾ കൂടുതൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ദേവാലയത്തിനും അതിലെ ആരാധനകൾക്കും വേണ്ടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധം, ആരാധനയാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ച് അദ്ദേഹം ചെയ്തത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ദൈവവും ആരാധനയുമാണ്. എല്ലാ ദിവസവും മഹാത്മാഗാന്ധി പറഞ്ഞില്ലേ, പ്രഭാതത്തിൻ്റെ താക്കോലും സന്ധ്യയുടെ ഓടാമ്പലുമാണ് പ്രാർത്ഥന എന്ന് അദ്ദേഹം പറഞ്ഞു. എല്ലാ ദിവസവും പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥനയോടുകൂടി സമാപിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായി മാറുന്നതും ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുന്നതും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് ലഭിക്കുവാനും നമുക്ക് ശാന്തിയും സമാധാനം ലഭിക്കുവാനുള്ള പ്രധാന കാരണം അത് തന്നെയാണ്. നമ്മുടെ കർത്താവ് വന്നപ്പോൾ പഠിപ്പിച്ചതാണല്ലോ, സന്ധ്യയായപ്പോൾ പടകിനെ പറഞ്ഞുവിട്ട് പുരുഷാരത്തെ പിടിച്ചുവിട്ട് അവൻ തനിയെ മലയിലേക്ക് പോയി. പ്രഭാതത്തിലും ആളുകളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് കർത്താവിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ട്. സന്ധ്യയ്ക്ക് ചെയ്ത് മാത്രമേ ജനം കാണുന്നുള്ളൂ. അവൻ പോയത് ഉറങ്ങാനും വിശ്രമിക്കുവാനും അല്ലല്ലോ, പിതാവിനോട് ആലോചന ചോദിക്കുവാനാണ്. ആ ആലോചനയിൽ നിന്ന് തനിക്ക് ലഭിച്ചതനുസരിച്ചാണ് താൻ ജനത്തെ ഭൂമിയിലെ വഴി നടത്തിയത്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരം ഒരു ക്രമീകരണം ചെയ്യുവാൻ നമുക്കിടയാകണം. അന്ന് പിതാക്കന്മാർ പ്രഭാതത്തിലും സന്ധ്യയിലും എല്ലാമുള്ള യാമപ്രാർത്ഥനകളൊക്കെ ക്രോഡീകരിച്ച് നമുക്ക് പ്രത്യേകമായി നമുക്ക് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് ദിവസവും പ്രാർത്ഥിച്ച് വേദപുസ്തകം വായിച്ച് അതിലെ ആന്തരികമായ മർമ്മങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.